ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലക്നൗവിലുള്ള ചുണ്ടൈ കബാബിയിലാണ്. ചുണ്ടൈ കബാബി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ കബാബുകളെല്ലാം ഭയങ്കര ഫേമസ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾ ഈ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ഗലോട്ടി കബാബ് എന്ന് പറയും. മട്ടൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മട്ടൺ ഇങ്ങനെ വളരെ മിൻസ്ഡ് ആക്കിയിട്ട് അതിങ്ങനെ ഒരു കട്ട്ലറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യാനാണ്. അതോടൊപ്പം തന്നെ കണ്ടില്ലേ ഒരു ബ്രെഡാണ് അവിടുത്തെ ഒരു നാൻ പോലെയൊക്കെ ഇരിക്കുന്നത്. ഹെവിയാണ്, ഒരെണ്ണം മതി ശരിക്കും ഒരാൾക്ക്. ഒരുപാട് കബാബുകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രില്ലും ഒക്കെ ഉണ്ട്, തന്തൂരി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നല്ല ബിരിയാണിയാണ് ഇവിടുത്തെ. മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഈ മട്ടൺ മറ്റേ ഗലോട്ടി കബാബും മട്ടനും ഉണ്ട്, ബീഫും ഉണ്ട്. സോ രണ്ടും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് കഴിച്ചത് ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് പോകെ അറിയാം. ഇപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ഞാൻ അതേപോലെ തന്നെ ഉമേഷ് സാറുണ്ട്, ജി സാറുണ്ട്, ചഞ്ചലേട്ടനുണ്ട്, അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് കണ്ടില്ലേ, ഞങ്ങൾക്ക് മട്ടൺ ഗലോട്ടി കബാബും വന്നു, അതുപോലെ തന്നെ ബീഫ് ഗലോട്ടി കബാബും വന്നു. സോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആ ഒരു എനിക്കിപ്പോൾ തന്നെ പറയുമ്പോൾ കൊതിയാവുന്നു. സോ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിക്കോളൂ. അതിങ്ങനെ വളരെ സോഫ്റ്റാണ്, അത് അത്ര സൂപ്പറാണ്. നിങ്ങൾക്കിതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ എത്ര സോഫ്റ്റാണെന്ന് അറിയാമോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മട്ടൺ. അതേപോലെ തന്നെ ഞാൻ മട്ടൺ കഴിക്കണ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉമേഷ് സാറിൻ്റെ പ്ലേറ്റായിരുന്നു, ബീഫ് സാറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതും ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഗ്രേവി ആണെങ്കിലും നോർമൽ ഗ്രേവി അല്ല, നല്ലൊരു ഗ്രേവി ആയിരുന്നു. സോ നമ്മൾ മെയിനായിട്ട് ഗലോട്ടി കബാബ് കുറേ പറഞ്ഞു. പിന്നെ ഫിഷിൻ്റെ ഒരു ടിക്ക, അത് ജി സാറിന് വേണ്ടിയിട്ട്, ജി സാർ ഇതൊന്നും കഴിക്കില്ല. സോ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഞാൻ എന്താണ് നാനോ അതിനെന്തൊരു പേര് പറഞ്ഞു, ഞാൻ പേര് വിട്ടു. ഇത് പിന്നെ താങ്കടി കബാബ് വന്നിരുന്നു, അതും നല്ലതായിരുന്നു. അങ്ങനെയുള്ള കബാബുകളും കാര്യങ്ങളും എല്ലാം കഴിച്ചു. നൈസ്. നമ്മളിതെല്ലാം കഴിച്ച് നമ്മൾ ഇത്ര പേര് 4 പേര് ഒരുപാട് സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് 1407 രൂപയാണ് ആയത്. വലിയ ബില്ലല്ലായിരുന്നു. ഒരുപാട് ഫേമസ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ തുണ്ടൈ കബാബി. ഒരു ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫോട്ടോസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഐ ലവ് തുണ്ടൈ കബാബി എന്ന് പറഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര രസകരമായിട്ട് ഭയങ്കര ജനമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഭയങ്കര ആ ഒരു ഗല്ലി ഫുള്ള് ഭയങ്കര ഹെവി ട്രാഫിക്കും ഭയങ്കര ജനം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ യോഗി ആദിത്യനാഥിൻ്റെ സംസ്ഥാനമാണ്. അവിടെ ബീഫ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ്. ബീഫും എല്ലാം കിട്ടും. സോ അതിനൊന്നും അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരുടെയും പലവർക്കും പറയും BJP ഭരിക്കുന്ന സ്ഥലത്ത് ബീഫ് കിട്ടില്ല, മറ്റേ കിട്ടില്ല. ഇതൊക്കെ ഉണ്ടോ, ബിരിയാണിയുടെ വലിയ ചെമ്പാണ്. എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് തീർന്നു പോയി. അതേപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു മിൽക്കിൽ ഉണ്ടാക്കുന്ന നമുക്ക് കുടിക്കായിരുന്നു, പക്ഷേ എനിക്ക് വയറ് നിറഞ്ഞിരിക്കണോണ്ട് കുടിക്കാൻ പറ്റില്ല. ആ കുട്ടി അതിനൊരു പേര് പറഞ്ഞു. അതേപോലെ തന്നെ നല്ല പനീർ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ, ഫ്രഷ് പനീർ. പിന്നെ ഇത് കണ്ടോ, ഒരു പഴയ സ്റ്റിച്ചിങ് സെൻ്ററാണ്. ഞാൻ അതിൻ്റെ അകത്ത് പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു, പക്ഷേ ഷൂട്ട് ചെയ്തില്ല. മോശമല്ലേ? സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ജയ്പൂർ പിങ്ക് സിറ്റി അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.